കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈന പ്ലേയിൽ. എന്തായി? ബാഹുലയം പോയിട്ട് അവന് തന്ത വരത്തില്ല. ദിവാകരൻ ബാഹുലേൻ, ദിവാകരൻ ബാഹുലേൻ, ദിവാകരൻ ബാഹുലേൻ, ദിവാകരൻ ബാഹുലേൻ. ബാഹുലേയൻ ഹാജരില്ലാത്തതിനാൽ ഇന്നത്തെ സിറ്റിംഗ് നിർത്തിവച്ചിരിക്കുന്നു. ഞാൻ ബാഹുലേൻ, ഡി ബാഹുലേൻ. ഒബ്ജക്ഷൻ യുവർ ഓണർ. കക്ഷി തെളിവ് നൽകേണ്ട സമയത്ത് ഇവിടെ ഹാജരായിരുന്നില്ല. ഇന്ന് സിറ്റിംഗ് നിർത്തിവെച്ചതായി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മിസ്റ്റർ ബാഹുലേനെ മൊഴി നൽകാൻ അനുവദിച്ചുകൂടാത്തതാണ്. യുവർ ഓണർ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ബാഹുലേനെ മൊഴി നൽകാൻ അനുവദിക്കേണ്ടതാണ്. വളരെ വിവാദപരമായ ഒരു കേസിന്റെ തെളിവെടുപ്പാണ്. സത്യാന്വേഷണം സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടുകൂടാ. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ദൈവം സാക്ഷി. ദൈവം സാക്ഷി. വയറക്കാട് ഡാമിന്റെ സബ് കോൺട്രാക്ടർ ആയിരുന്ന എന്നെ ഈ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ചില തൽപര കക്ഷികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നതായി ഞാൻ കമ്മീഷൻ മുമ്പാകെ അറിയിക്കുന്നു. വാറുണ്ണിയുടെ സബ് കോൺട്രാക്ടർ ആയിരിക്കെ പവർ ഓഫ് അറ്റോർണി അനുസരിച്ച് ബില്ല് തുക ബാങ്കിലൂടെയായിരുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എഗ്രിമെന്റ് തുക 70 കോടി രൂപയാണെങ്കിലും 40 കോടി രൂപ കൊണ്ട് ഡാമിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ചു എന്നതിന് വ്യക്തമായ കണക്കുകൾ എന്റെ കൈവശമുണ്ട്. ബാക്കി വന്ന 30 കോടി രൂപ മന്ത്രി സദാശിവൻ തന്നെ കൈപ്പറ്റിയതായി രേഖയുണ്ട്. വാറുണ്ണിയുമായുള്ള കത്തിടപാടുകളുടെ കോപ്പിയും ബാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ മറ്റെല്ലാ രേഖകളും ഈ ഫയലിലുണ്ട്. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങൾക്ക് ഹാജരാക്കാനുള്ള രേഖകൾ കമ്മീഷന് കൈമാറാം. ആ തലതെറിച്ചോ വന്ന് മൊഴി കൊടുത്തു. അറിഞ്ഞു. ഏരശനി തീർന്നില്ലെന്ന് തോന്നുന്നു. ആ ജഡ്ജിയാണെങ്കിൽ ഹരിചന്ദ്രനേക്കാ കഷ്ടമാ. സാരമില്ല, എവിടെ ഒരു ലൂപ്പ് ഹോള് കാണുമല്ലോ. അയാൾക്കൊരു മോളുണ്ട്, ഊമയാ. സംസാരിക്കുമായിരുന്നു, ഇപ്പൊ അതില്ല. പക്ഷെ ചെവി കേൾക്കാം. കൊട്ടുകുഴി കാര്യം എന്തെന്ന് പറ. അതല്ലേ പറഞ്ഞു വരുന്നത്. നമ്മുടെ ദിനേശൻ ആ പെണ്ണിനെ കെട്ടുന്നു. അതിനവൻ സമ്മതിക്കൂ? അഥവാ അവൻ സമ്മതിച്ചാൽ തന്നെ ജഡ്ജി സമ്മതിക്കൂ? അതൊക്കെ വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഈ കൊച്ചു കേരളം മാത്രമല്ല, സകല സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്ന കേന്ദ്രം വരെ ഭരിക്കാനുള്ള ബുദ്ധി ഈ തലയ്ക്കകത്തുണ്ട്. And so to conclude the report, Commission has come to the point that the charges leveled against Mr. Ongalur Sadashivan അകത്തേക്ക് വരാമായിരിക്കുമല്ലോ അല്ലേ? വെളിച്ചത്തിരുന്ന് പറയേണ്ട ഒരു കാര്യമാണ്. നാളത്തെ ദിവസമാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറയാനൊട്ട് പറ്റിയതുമല്ല. കണ്ടോ, ശുഭലക്ഷണമാ. ഇത്ര ചേർച്ചയുള്ള ഒരു ജാതകം കണ്ടിട്ടില്ലെന്നാ ജോത്സ്യനും പറയുന്നത്. ആരുടെ ജാതകം? സാറ് വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ? ആഹാ, അപ്പൊ മാലതിയമ്മയൊന്നും പറഞ്ഞില്ലേ? നല്ല കുടുംബമാ. പയ്യനെ പറ്റി നാട്ടിൽ എല്ലാവർക്കും നല്ല മതിപ്പുവാ.
പയ്യനും വീട്ടുകാർക്കും കുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. മിസ്റ്റർ വെട്ടുകുഴി, ഞാനിപ്പോ കമ്മീഷൻ റിപ്പോർട്ട് എഴുതി തീർക്കുന്ന തിരക്കില്ല. നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം. അല്ല, കല്യാണം ഉടനെ നടത്തണമെന്നില്ല. റിപ്പോർട്ട് സമർപ്പിച്ച് സാറിന്റെ റിട്ടയർമെന്റും കഴിഞ്ഞ് പതുക്കെ മതി. പൊതിയനെ സംശയിക്കരുതല്ലോ. പയ്യൻ ഏതാന്ന് പറഞ്ഞില്ലല്ലോ. അറിയും, ഡോക്ടർ ദിനേശൻ. അന്ന് ഡാൻസ് പ്രോഗ്രാം നടന്നപ്പോ പരിചയപ്പെടുത്തിയില്ലേ? നമ്മുടെ മന്ത്രി സദാശിവന്റെ മകനാ. ഒരിക്കൽ നിങ്ങൾ ഇവിടെ കയറി വന്നപ്പോ ഞാൻ മാന്യമായി പെരുമാറി തെറ്റായി. യു പ്ലീസ് ക്ലിയർ ഔട്ട്. സാർ, ഞാൻ അതെ, യു പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഇനിയും ആര് വരുമെന്ന് കരുതിയാ കാത്തിരിക്കുന്നേ? നമ്മുടെ മോൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്തൂടെ? ഇല്ല മാലതി. ദിനേശിന് എന്താ ഒരു കുറവ്? മന്ത്രി സദാശിവന്റെ മകനല്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത. മാലതി ഒരു ജഡ്ജിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം മറക്കരുത്. ശബരി ഇതുവരെ പോയില്ലേ? ഇല്ല, ശേഖരേട്ടൻ ഈ നിലയിൽ ഇവിടെ കിടക്കുമ്പോ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. സന്തോഷായി. എന്റെ കർമ്മത്തിന് ഫലം ഉണ്ടായല്ലോ. തന്റെ കാര്യ കഷ്ടം. ബന്ധങ്ങളെ മാനിക്കാത്തവർ, അവരെത്ര വലിയ മഹാന്മാരായാലും എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. താൻ ആ പെൺകുട്ടിയെ വേദനിപ്പിക്കരുത്. അഴിമതി വീര കാട്ടുകള്ള അധികാരക്കൊടി തീർന്നില്ലേ? കട്ട് മുടിച്ചില്ലേ? മന്ത്രി കസേര തെറിച്ചില്ലേ? ഇതുപോലൊരു നാറിയ മന്ത്രിയെ കേരള മക്കൾ കണ്ടിട്ടില്ല. ഉപ്പിന് നികുതി, സോപ്പിന് നികുതി, തൊട്ടതിനൊക്കെ നികുതി. തൃപ്തിയായല്ലോ. അച്ഛൻ ഇപ്പൊ ആവശ്യത്തിലധികം കിട്ടിയില്ലേ? ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഈ മനുഷ്യനാണ് എല്ലാം നശിപ്പിച്ചത്. എന്റെ പേര് കൂടി ദുരുപയോഗപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല. ദിനേശ്, അതൊക്കെ നിങ്ങൾ ഒന്നും പറയണ്ട. എന്തിനു വേണ്ടിയാ നിങ്ങൾ ആ ജഡ്ജിയുടെ അടുത്ത് എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചത്? നിങ്ങളെ ഞാൻ അതിന് ചുമതലപ്പെടുത്തിയിരുന്നോ? അതൊക്കെ അങ്ങനെ വേണ്ടി വന്നു. ചെയ്യാവുന്നിടത്തോളം വൃത്തികേടുകളൊക്കെ ചെയ്തിട്ട് വേണ്ടി വന്നു എന്ന് നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരാ നാട് ഈ നിലയിലാക്കിയത്. ഇപ്പോഴെങ്കിലും ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി അച്ഛന് പറയാമോ സർവ്വബന്ധങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന്? ദിനേശ, ഞാൻ പറയുന്നു, പ്ലീസ് നിങ്ങളൊന്ന് പുറത്തു പോകാമോ? എന്റെ അച്ഛൻ ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഇതുപോലൊരു നാറിയ മന്ത്രിയെ കേരള മക്കൾ കണ്ടിട്ടില്ല. ദേവിയുടെ അച്ഛനോട് വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. അപ്പൊ അച്ഛനും അമ്മയും അങ്ങോട്ട് പോയില്ല? ഇല്ല. രാജശേഖരനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അവനത് മനസ്സിലാവുകയും ചെയ്തു. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി, ദേവി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഞാൻ പോവാൻ കഴിക്കില്ല. അപ്പോ നീ ത്യാഗം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു? എങ്ങനെ വേണേ കണക്കാക്കാം. മിണ്ടാൻ വയ്യാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കുടുംബത്തിന് ഭഗവതികവും വരുത്തി വെക്കാനാണ് നിന്റെ പുറപ്പാട്? മിണ്ടാൻ വയ്യാത്തൊരു പെൺകുട്ടി ഹൃദയം പൊട്ടി വിളിച്ചാൽ വിളി കേൾക്കാത്തൊരു ഭഗവതിയാണ് ഇതിനകത്തെങ്കിൽ എങ്കിൽ പറയടാ, ആ ഭഗവതി എനിക്ക് വേണ്ട. പപ്പായി, അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാം ഭംഗിയായിട്ട് പാക്ക് ചെയ്തോ? എന്ത് നല്ല സ്വഭാവം, എന്ത് നല്ല ആൾക്കാർ. പറഞ്ഞിട്ട് എന്താ കാര്യം?
എന്നിട്ട് അവർക്കും കഷ്ടപ്പാട് തന്നെയല്ലേ? എല്ലാവർക്കും എല്ലാം തികച്ച് ഈശ്വരൻ കൊടുക്കില്ലല്ലോ. എങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം? ഒരു കണക്കിന് ജീവിതവും ഒരു സത്രം തന്നെ. വെറും കൈയോടെ വരുന്നു, വെറും കൈയോടെ മടങ്ങിപ്പോകുന്നു. സ്വാമി ശരണം. എന്താ നിന്റെ ഇരിപ്പിന്റെ അർത്ഥം? മോടെ കാര്യത്തിൽ എനിക്കെന്താ വിഷമമില്ലേ? എന്റെ ജീവൻ കൊടുത്താൽ മോടെ ശബ്ദം തിരിച്ചു കിട്ടോ? ഞാൻ കൊടുക്കാം. നമുക്ക് ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തില്ലേ? എല്ലാം നമ്മുടെ വിധി. അനുഭവിക്കുക തന്നെ. ഇല്ല, മോളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വേദനാതിയില്ല. ഇത്രയും കാലം നീതി നിയമമൊക്കെ കൃത്യമായി നടത്തിയല്ലോ. നമ്മളുടെ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും നീതി കാണിക്കാൻ നിങ്ങൾക്കായോ? എന്തായാലും നിങ്ങളുടെ അന്തസ്സിനൊരു കോട്ടവും പറ്റിയില്ലല്ലോ. അത് മതി. എന്ത് അന്തസ്? അന്തസ്സും അഭിമാനവും മറന്ന് ഞാൻ ആ കുട്ടിശങ്കരനെ പോയി കണ്ടു. ഭഗവതിക്ക് പോലും നമ്മുടെ മോളെ വേണ്ട. ശബരി ഇനി വരില്ല. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യണ്ട. നമ്മളുടെ മോളുടെ കാര്യത്തിൽ അല്പമെങ്കിലും അലിവുണ്ടായിരുന്നെങ്കിൽ കയ്യിൽ വന്ന ഒരു അവസരം തട്ടിക്കളയുമായിരുന്നു. ആ ദിനേഷിന്റെ കാര്യത്തിൽ അല്പം വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമായിരുന്നില്ലേ? എല്ലാം തൊലച്ചു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഓ എന്റെ മുമ്പിൽ നിന്ന്